പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വലിയ ആഴ്ചയിലൂടെ, വിശുദ്ധ വാരത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം, ഈസ്റ്റർ, അങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട തിരുനാളുകൾ, ആഘോഷങ്ങൾ, പ്രത്യേകമായിട്ടുള്ള തിരുക്കർമ്മങ്ങൾ കടന്നു വരുന്ന ഈ ആഴ്ചയിൽ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, സമൃദ്ധമായിട്ട് കടന്നു വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ഐക്യത്തിനു വേണ്ടി, ഒന്നായിരിക്കുന്നതിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഈശോ കുരിശിൽ മരിച്ചത് തന്നെ മനുഷ്യവംശത്തെ പിതാവായ ദൈവവുമായിട്ട് ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി, രമ്യതപ്പെടുത്തുന്നതിന് വേണ്ടി, അനുരഞ്ജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ചതും പിതാവായ ദൈവവുമായിട്ട് രമ്യതപ്പെടുന്നതോടൊപ്പം സഹോദരങ്ങളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും തമ്മിലും ഐക്യവും സ്നേഹവും അനുരഞ്ജനവും ഉണ്ടാകുന്നതിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ കുരിശുമരണം ഇതുപോലെ അനുരഞ്ജിപ്പിക്കാനുള്ളതായിരുന്നു. പിതാവായ ദൈവമായിട്ടുള്ള അനുരഞ്ജനം, അതോടൊപ്പം മനുഷ്യർ തമ്മിലുള്ള അനുരഞ്ജനം. ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു നോക്കിയാൽ എല്ലായിടത്തും നമുക്ക് വിഭജനങ്ങളും ഒത്തിരിയേറെ വെറുപ്പും വിദ്വേഷവും വിഭജനവും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. മതത്തിൻ്റെ പേരിൽ വിഭജനം, ചില വർഗത്തിൻ്റെ പേരിൽ വിഭജനങ്ങൾ, ചില വംശങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ വിഭജനങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയുടെ ഐക്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നമ്മൾ ഈ നോമ്പുകാലത്ത് സ്വീകരിക്കുന്നതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും വളരെ നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ സമാധാനമില്ലാതെ ഭിന്നതകൾ പെരുകുന്ന പോലെ തന്നെ കുടുംബത്തിലും ഭിന്നതകൾ പെരുകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഐക്യക്കുറവുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരിടയിലുള്ള ഐക്യക്കുറവുണ്ട്, മക്കളുടെ ഇടയിലുള്ള ഐക്യക്കുറവുണ്ട്, സഹോദരങ്ങൾക്കിടയിലുള്ള ഐക്യക്കുറവുണ്ട്. ഈശോ കുരിശുമരണത്തിന് മുമ്പ് എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടി, യോജിപ്പിന് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഗൾഫിൽ ഒരു പ്രോഗ്രാമിനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ദുബായിലേക്ക് ഞാൻ പോയി. അതിനുശേഷം ഞാൻ 2 ദിവസം ഞാൻ അബുദാബിയിലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ഫാമിലി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഇവിടെ മാർപ്പാപ്പ വന്നപ്പോൾ ആരംഭിച്ച മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്, അച്ഛനെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ട് ഒത്തിരി തീർത്ഥാടകർ വരുന്ന, ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ് അബ്രഹാമിക് ഫാമിലി ഹൗസ് എന്നറിയപ്പെടുന്നത്. അബ്രഹാമിക് ഫാമിലി ഹൗസ്, അതായത് ഒരു ക്യാമ്പസിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയവും ഒരു മുസ്ലിം മോസ്കും ഒരു യഹൂദ സിനഗോഗും ഒരുമിച്ച് ഒരേ വലുപ്പത്തിൽ ഒരേ ഹൈറ്റിൽ പണിതിരിക്കുന്നതാണ്. അതിൻ്റെ നടുക്കായിട്ട് വലിയൊരു ഗാർഡനുണ്ട്. ആ ഗാർഡനിൽ നിന്നാണ് മോസ്കിലേക്കും ഈ ക്രിസ്ത്യൻ പള്ളിയിലേക്കും ഈ സിനഗോഗിലേക്കും പോകാൻ സാധിക്കുക.
അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അബ്രഹാമിൽ നിന്ന് ഉണ്ടായ ജനതകളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അബ്രഹാമിൽ നിന്ന് ഉണ്ടായതാണ് നമുക്കറിയാം യഹൂദർ, അതോടൊപ്പം ക്രിസ്ത്യാനികൾ, അതോടൊപ്പം മുസ്ലിമുകൾ. ഈ മൂന്ന് കൂട്ടരും അബ്രഹാമിനെ പിതാവായിട്ട് അംഗീകരിക്കുന്നവരും കരുതുന്നവരുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ മൂന്ന് കൂട്ടരുടെ ഇടയിലും ഒത്തിരിയേറെ ഭിന്നതകളും കലഹങ്ങളും വഴക്കുകളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഐക്യത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് പരസ്പരമുള്ള സഹിഷ്ണുത വളർത്താൻ വേണ്ടി അവിടെ 2019 മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് വന്നപ്പോൾ അബുദാബിയിലെ ഭരണാധികാരികളുമായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടി അനുസരിച്ച് ആണ് ഈ ക്രിസ്ത്യൻ പള്ളിയും ഈ മുസ്ലിം മോസ്കും യഹൂദ സിനഗോഗും ഒരുമിച്ച് നിൽക്കുന്നത്. ഒരേ വലുപ്പത്തിൽ, ഒരേ പൊക്കത്തിൽ. എന്നാൽ ഈ പള്ളിയുടെയും ക്രിസ്ത്യൻ പള്ളിയുടെയും സിനഗോഗിൻ്റെയും ഒക്കെ ഉള്ളിലുള്ള ആർക്കിടെക്ചറിൽ വ്യത്യാസമുണ്ട്. അത് ഓരോരുത്തരുടെ പാരമ്പര്യം അനുസരിച്ചാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഇതായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്രിസ്ത്യൻ പള്ളിയിൽ ആദ്യമായിട്ട് ചെന്ന് അവിടെ പോയി പ്രാർത്ഥിച്ചു. അവിടെ എല്ലാ ദിവസവും വൈകിട്ട് 6:30 കുർബാനയുണ്ട്. അതിനുശേഷം ഞാൻ പോയത് അടുത്തുള്ള മുസ്ലിം മോസ്കിലേക്കാണ്. അവൾ മുസ്ലിം മോസ്കിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സിനഗോഗിലെ യഹൂദ റബ്ബായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. യഹൂദരുടെ റബ്ബായി അവിടെ നിൽപ്പുണ്ടായിരുന്നപ്പോൾ യഹൂദ റബ്ബായി അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ആ മുസ്ലിം മോസ്കിലെ ചില കാര്യങ്ങൾ കാണിച്ച് വിവരിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുപോയ ആളും ഈ റബ്ബായി ആയിട്ടൊരു ചെറിയ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും അവിടുത്തെ പള്ളിയിൽ, ക്രിസ്ത്യൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് അപ്പോൾ റബ്ബായി വേഗം ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു, ഒരുമിച്ച് ഫോട്ടോ എടുത്തു. അദ്ദേഹം പറഞ്ഞു കേരളക്കാർ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്, കൊച്ചിയിൽ യഹൂദര് ഉണ്ട്, അപ്പോൾ യഹൂദരുള്ളപ്പോൾ അദ്ദേഹം കൊച്ചിയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ലോകത്തിൽ ഒരിടത്തും പോയാൽ നമുക്ക് കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ് ഒരു മുസ്ലിം പള്ളിയിൽ ഒരു യഹൂദ റബ്ബായി നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ലോകത്തിൽ എവിടെ പോയാലും കാണാൻ സാധിക്കാത്ത കാര്യമാണ് ഒരു യഹൂദ സിനഗോഗിൽ മുസ്ലിംസും അവരുടെ പുരോഹിതരും വന്ന് ആ സിനഗോഗ് കണ്ട് സിനഗോഗിലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഫോട്ടോ എടുത്തു പോവുക എന്നുള്ളത് ലോകത്തിൽ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഒത്തിരിയേറെ ശത്രുതകൾ പരസ്പരം കരുതി കൊലപാതകങ്ങളും തകർച്ചകളും ഉള്ളപ്പോൾ 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ അബുദാബിയിൽ വന്നപ്പോൾ അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് ആലോചിച്ച് ലോകമെമ്പാടും ഭിന്നത മാറി, പരസ്പരം കൊല്ലാനുള്ള വെറുപ്പ് മാറി, സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് മനുഷ്യവംശം ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നതിനാണ് ഇത്രയും മനോഹരമായിട്ടുള്ള അബ്രഹാമിക് ജീസസ് ഹൗസ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും തീർത്ഥാടകരും വന്നു പോകുന്ന മനോഹരമായ പ്രാർത്ഥനയുടെ ഒരു സ്ഥലമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഒരു ദേവാലയം, മോസ്കും സിനഗോഗും അവിടെ പണിതതിൻ്റെ ഒക്കെ പിന്നിലുള്ള എല്ലാവരുടെയും ആഗ്രഹം ഇതാണ്: ലോകമെമ്പാടും പരസ്പരം ഐക്യമുണ്ടാകണം, പരസ്പരമുള്ള വെറുപ്പ് മാറണം, പരസ്പരം സ്നേഹമുണ്ടാകണം. സ്നേഹം എല്ലാ വെറുപ്പിനെയും കീഴടക്കും എന്നുള്ള വലിയ സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, ഈശോ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും പിതാവായ ദൈവത്തെ അറിയാനും ഈശോയെ അറിയാനും അങ്ങനെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോയുടെ കുരിശുമരണവും എല്ലാവരെയും പിതാവായ ദൈവമായിട്ട് യോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ബോക്ഷത്വമാണ്,
രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് കുരിശിന്റെ മഹത്വം മനസ്സിലാകുന്നത്. യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് അതൊരു പീഡനത്തിനും കൊലപാതകത്തിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയുടെ അടയാളമാണ്. യേശുവിൻ്റെ കുരിശുമരണം തന്നെ പിതാവുമായ ദൈവവുമായിട്ട് മനുഷ്യവംശത്തെ ഒന്നിപ്പിക്കുന്നതിനും യോജിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ദുഃഖവെള്ളിയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ദുഃഖവെള്ളിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നൊരു വലിയ സത്യമാണ് നമ്മുടെ ഇടയിലും ജനതകളുടെ ഇടയിലും ഭിന്നിപ്പുകൾ മാറി ഐക്യമുണ്ടാവുക, സ്നേഹമുണ്ടാവുക എന്നുള്ളത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, രാജ്യങ്ങൾ തമ്മിലും മതങ്ങൾ തമ്മിലും മാത്രമല്ല വെറുപ്പുള്ളത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നാൽ, സഭയിലേക്ക് കടന്നു വന്നാൽ എല്ലായിടത്തും വെറുപ്പും ഭിന്നതകളും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ. എല്ലാ വെറുപ്പിനെയും എല്ലാ ഭിന്നതകളെയും അതിജീവിക്കുന്ന കർത്താവിന്റെ സ്നേഹം കൊണ്ട് നിറയുവാൻ ഈശോ നമ്മൾ ഈ നോമ്പ് കാലത്തിൽ ക്ഷണിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, മലയാറ്റൂർ മല കയറാനോ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള വലിയ മലകളൊക്കെ കയറാൻ ആര് വിചാരിച്ചാലും ആരോഗ്യമുള്ളവർക്ക് സാധിക്കും. എന്നാൽ വഴക്കിലായിരിക്കുന്ന ഒരാളോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ദൈവകൃപ വേണം. 50 ദിവസവും ഇറച്ചിയും മീനും ഉപേക്ഷിക്കാൻ ആർക്കു വേണമെങ്കിലും സാധിക്കും. പക്ഷേ വർഷങ്ങളായിട്ട് മിണ്ടാത്ത അപ്പനോട്, അമ്മയോട്, ജീവിത പങ്കാളിയോട്, മക്കളോട്, മരുമകളോട്, അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട് മിണ്ടാൻ നമുക്ക് ദൈവകൃപ കൂടിയേ തീരൂ. അതിന് നമ്മൾ എളിമപ്പെടുകയും വേണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഈ നോമ്പ് കാലവും ഈ 50 നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലിത്തീർക്കുന്ന കുരിശിന്റെ വഴികളും ഒക്കെ നമ്മളെന്ന വ്യക്തിയിൽ ഒരു മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ഇതൊക്കെ വെറും ആചാരങ്ങളായി മാത്രം തീരും. ഇതെല്ലാം ഈശോ നമുക്ക് നൽകിയത് ഞാനെന്ന വ്യക്തിയിൽ മാറ്റം വരാനും അവിടെ എല്ലാ ഭിന്നതകളും വെറുപ്പും മാറാനും അതിൻ്റെ വെറുപ്പിൻ്റെ എല്ലാ മതിലുകളും തകർന്നു പോകാനും സ്നേഹത്തിൻ്റെ വലിയൊരു ആധിപത്യം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കടന്നു വരാനാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ ദുഃഖവെള്ളിയുടെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ ചൈതന്യം നമ്മളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈസ്റ്ററിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വലിയൊരു സത്യമാണ്, മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു, ഉത്ഥാനം ചെയ്യുന്ന യേശു. അപ്പോൾ മരണത്തിനെ തോൽപ്പിക്കുന്ന കർത്താവ്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു അന്ധകാരത്തിനും ഒരു പരിധിയിലപ്പുറം നമ്മോടൊപ്പം നിൽക്കാനാകില്ല. ഈ അന്ധകാരത്തെ നീക്കാൻ കഴിയുന്ന പ്രകാശമായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എത്ര തകർച്ചകളുണ്ടെങ്കിലും, എത്ര രോഗങ്ങളുണ്ടെങ്കിലും, എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും, എത്ര ഇരുട്ടു നിറഞ്ഞ ജീവിതമാണെങ്കിലും, എത്ര നിരാശ നിറഞ്ഞ ജീവിതമാണെങ്കിലും, ഉത്ഥാനം, യേശുവിൻ്റെ ഉത്ഥാനം നമുക്ക് തരുന്ന പ്രത്യാശയാണ്. ഈ പ്രകാശം എല്ലാ ഇരുട്ടിനെയും കീഴ്പ്പെടുത്തുന്നതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഈ വലിയ ആഴ്ച നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ നിരാശകളും നമ്മുടെ സങ്കടങ്ങളും നമുക്ക് അതിജീവിക്കാനാകാത്ത ദുശീലങ്ങളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ഉത്ഥാനം നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശയാണ്. മരണത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന ഈശോയ്ക്ക് നമ്മളെ അലട്ടുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കാൻ കഴിയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സാമ്പത്തിക മേഖലയിലുള്ള നമ്മുടെ ഉത്കണ്ഠകൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ജോലിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ജപ്തി നടപടികളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, നമ്മുടെ ദുശീലങ്ങൾ, നമ്മളിലുള്ള ജഡിക പ്രവണതകൾ, നമ്മുടെ മദ്യപാനശീലം, ഇതുപോലെ നമ്മളിലുള്ള എല്ലാ ഇരുട്ടിനെയും മാറ്റാൻ കഴിയുന്ന പ്രകാശമാണ് ഈശോ. ലോകത്തിന്റെ പ്രകാശമായ ഈശോ ഒരു ഇരുട്ടിനും സ്ഥിരമായി
യേശു കടന്നു വരുമ്പോൾ നിൽക്കാനാകില്ല എന്ന് ഈസ്റ്റർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവർ, ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ തിരുമുമ്പിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയോ പേരാണ് ഓരോ ദിവസവും യുദ്ധങ്ങളിലൂടെ കൊല ചെയ്യപ്പെടുന്നത്. എത്രയോ കുഞ്ഞു മക്കളാണ് ഓരോ ദിവസവും ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നത്. എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നു. എത്രയോ രാജ്യങ്ങൾ എന്നും കണ്ണീരിൽ കഴിയുന്നു. എത്രയോ ജനങ്ങൾ ഓരോ ദിവസവും സമാധാനമില്ലാത്തതുകൊണ്ട് തങ്ങളുടെ നാടും ദേശവും ഉപേക്ഷിച്ച് ഉള്ളത് കയ്യിലെടുത്ത് മറ്റ് വിദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. നമ്മുടെ ദേശത്തിലും മതത്തിൻ്റെ പേരിലും മറ്റുള്ള പല കാര്യങ്ങളുടെ പേരിലും ഭിന്നതകളും വഴക്കുകളും കലഹങ്ങളും കൊലപാതകങ്ങളും വർദ്ധിക്കുമ്പോൾ യേശു ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ ശക്തിയായിട്ട് ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതോടൊപ്പം ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ തിരിയണം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സ്നേഹിക്കാൻ എനിക്കാകുന്നുണ്ടോ? ആരോടെങ്കിലും എനിക്ക് ഭിന്നതയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയോട്, എൻ്റെ മക്കളോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അയൽക്കാരോട്, എൻ്റെ ഇടവകയിൽപ്പെട്ട ചിലരോട്, സഹപ്രവർത്തകരോട്, ആരോടെങ്കിലും ക്ഷമിക്കാനാകാത്ത വിധത്തിൽ വെറുപ്പ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ ഈ നോമ്പ് കാലത്തിൽ കർത്താവിൻ്റെ കുരിശിലെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ച് രമ്യതപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും ലോക സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭിന്നതയിലും വഴക്കിലും കൊലപാതകങ്ങളിലും കഴിയുന്ന എല്ലാ നാട്ടിലും കർത്താവിൻ്റെ സ്നേഹം ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കുരിശിലെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എല്ലാ ഭിന്നതകളെയും എല്ലാ വെറുപ്പുകളെയും അതിജീവിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട് എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും എന്റെ ദേശത്തെയും ലോകരാജ്യങ്ങളെയും നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, പിതാവുമായി ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ മനുഷ്യവംശം മുഴുവൻ പിതാവുമായി ഐക്യപ്പെടുവാൻ കുരിശിലെ ബലിയിലൂടെ പാപപരിഹാരം ചെയ്ത കർത്താവായ യേശുവേ, ഈ ലോകം മുഴുവൻ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും വേദികളായി മാറുവാൻ ഇടവരുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെറുപ്പിനെയും വിദ്വേഷത്തെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെയും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ക്രൂശിതന്റെ സ്നേഹത്താൽ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ലോകമോഹങ്ങളെയും ജഡിക താല്പര്യങ്ങളെയും ദുശീലങ്ങളെയും മരണത്തെ ജയിച്ച ഉത്ഥിതനായ യേശുവിന്റെ ശക്തിയാൽ ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. കർത്താവേ, യേശുവിന്റെ സ്നേഹം കൊണ്ട് എല്ലാവരും നിറയ്ക്കണം. യേശുവിന്റെ സ്നേഹം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. യേശുവിന്റെ ശക്തി കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. വെറുപ്പ് മാറിപ്പോകട്ടെ. കൃപ നിറയട്ടെ. യേശുവേ ആരാധന. എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഈ ഗാനം ആലപിക്കാം. യേശു തന്റെ ജീവൻ കൊടുത്ത്
എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് ശക്തമായി കരമടിച്ച് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. കരങ്ങൾ ഉയർത്തി ഒന്നടിച്ച്, കരങ്ങൾ ഉയർത്തി. യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൻ ശക്തി പകർന്നു. യേശു തന്റെ അടിപ്പിണരാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു. അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. രോഗത്തിനെന്റെ മേൽ ഭരണമില്ല, ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല. യേശുവിൻ ക്രൂശിൽ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം രോഗത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ നുകം തകർത്തു. യേശു തന്റെ ക്രൂശുമരത്തിൽ എന്റെ ഭാരങ്ങൾ ഏറ്റെടുത്തു. യേശു തന്റെ മരണത്തിനാ പാപത്തിൻ നുകം തകർത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തകർച്ചയും എന്നെ ഇനി ഏൽക്കുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം തകർച്ചയെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം. യേശു തന്റെ ജീവൻ കൊടുത്ത് എന്നെ അവൻ വീണ്ടെടുത്തു. തന്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി ഏൽക്കുകില്ല. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാം സാത്താനെ
കരങ്ങൾ ഉയർത്തി വീശി. രോഗങ്ങൾ കർത്താവിന്റെ ക്രൂശിലെ പീഡകൾ കൊണ്ട് എന്നെ വിട്ടുപോകട്ടെ. ഉയർത്തി സ്തുതിച്ച്. ഹല്ലേലൂയ. ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ. ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ പീഡാസഹനങ്ങൾ നീങ്ങിപ്പോകട്ടെ. ആരാധന 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 മഹത്വം 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 മഹത്വം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സൗഖ്യം, അഭിഷേകം, വിടുതൽ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം, യേശുവിന്റെ നാമത്തിൽ വിടുതൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം. കർത്താവേ, അങ്ങേ കാണാൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുന്ന സമയമാണ്. കർത്താവ് ഒരു സഹോദരിയുടെ ഭയം നീക്കുന്ന ഈ സഹോദരി യാത്ര ചെയ്യുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടു. ആ സഹോദരിക്ക് ഒന്നും സംഭവിച്ചില്ല, പക്ഷേ ആ ബസ്സിലെ പല യാത്രക്കാരും അപകടത്തിൽപ്പെട്ടിരുന്നു. അന്നു മുതൽ വലിയ ഭയമാണ് ഈ സഹോദരിക്ക്. ആ സഹോദരിയെ കർത്താവ് ഇപ്പോൾ ഭയം മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതോടൊപ്പം ഒരു വാഹന അപകടത്തിൽ ജീവിത പങ്കാളി ഭർത്താവ് മരിച്ചുപോയി. ആ സങ്കടം ഇപ്പോഴും മാറാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയെ കർത്താവ് ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചു ദിവസം മുമ്പ് തൊഴുത്തിലുണ്ടായിരുന്ന ഒരു പശുവിനെ കാണാതായി. ആ ഭവനത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്യജീവികളുടെ ശല്യമുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്, സംരക്ഷണം നൽകുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറിനറി ഇൻഫെക്ഷൻ, UTI, കിഡ്നി സ്റ്റോൺ, ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള 11 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിവാഹ തടസ്സം നീക്കി കർത്താവ് 6 പേരെ അനുഗ്രഹിക്കുന്നു. ഈ നോമ്പുകാലം കഴിയുന്നതോടുകൂടെ തന്നെ വിവാഹം ആലോചനകൾ വന്ന് പെട്ടെന്ന് വിവാഹം നടക്കുന്ന വിധത്തിൽ കർത്താവ് 6 പേരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രായമായ മാതാപിതാക്കൾ കൂടെയുണ്ട്. അവർക്ക് വാശിയും അവരുടെ പ്രത്യേകതകളുമുണ്ട്. അവരെ നോക്കിയും കഷ്ടപ്പെട്ടും മടുത്തു എന്ന് ചിന്തിക്കുന്ന 11 പേരോട് മടുത്തു എന്ന് പറയരുത്. നിങ്ങൾ മാതാപിതാക്കളെ നോക്കണം. നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹം ഈശോ തരും എന്ന് ഈശോ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ശക്തമായിട്ടുള്ള നടുവേദനയുള്ളത് മൂലം കുറച്ചു നേരം നിൽക്കാനോ ഇരിക്കാനോ കൂടുതൽ സമയം സാധിക്കാത്ത 20ഓളം പേരെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കാലിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗത്ത് ശക്തമായിട്ട് വേദനയുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന 22 കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിച്ചിരുന്ന 4 പേർക്ക് കർത്താവ് അതിൽ നിന്ന് വിടുതൽ നൽകുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഈ നോമ്പുകാലം ആരംഭിച്ചിട്ട് പോലും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള 67 പേർക്ക് കർത്താവ് പ്രാർത്ഥിക്കുന്നതിനുള്ള തടസ്സം മാറ്റി
ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കണ്ണുകളുടെ കാഴ്ച കുറയുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണിലെ കാഴ്ച മങ്ങുക, ഇങ്ങനെ അസ്വസ്ഥതകളുള്ള 9 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മുൻകൈയെടുത്ത് ഇറങ്ങാൻ വലിയ മടിയാണ്, പേടിയാണ്, അസ്വസ്ഥതയാണ്. ഇങ്ങനെയുള്ള 12 പേരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നു. അവർക്ക് പ്രവർത്തിക്കാനും കുറെ കൂടെ സ്മാർട്ടായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഈശോ അവർക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്രസ്റ്റ് സംബന്ധമായ അസുഖങ്ങൾ 4 സഹോദരിമാർ, നീരും വേദനയുമുള്ള 2 സഹോദരിമാർ, അതോടം മുഴകളുള്ള 2 സഹോദരിമാർ, അങ്ങനെ 4 സഹോദരിമാരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കുറച്ചു കാലത്തെ അനുഭവങ്ങളിലൂടെ, തകർച്ചകളിലൂടെ, പ്രത്യാശ നഷ്ടപ്പെട്ട് സങ്കടങ്ങളിലും ദുരിതങ്ങളിലും ആയിരുന്നു, നിരാശയിൽ ആയിരുന്ന 106ഓളം പേരെ കർത്താവ് ഒരു പുതിയ പ്രത്യാശ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല വലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങളുടെ പക്കലെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. രക്ഷിക്കാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. പതിപ്പിച്ചരുളണമേ. ആമേൻ. ആമേൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഒരാളെ പോലും വെറും കൈയോടെ പറഞ്ഞയക്കണം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കണം. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ, എല്ലാവരും അനുഗ്രഹിക്കണം. എല്ലാ കുട്ടികളെ അനുഗ്രഹിക്കണമേ. കടന്നു വന്നിട്ടുള്ള കുട്ടികളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം. പഠിക്കാനുള്ള കൃപ കൊടുക്കണം. അഭിഷേകം നൽകണം. ജ്ഞാനം നൽകണമേ. ഈശോയെ അനുഗ്രഹിക്കണം. എല്ലാ മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ, കൊച്ചുകുട്ടികളെ അനുഗ്രഹിക്കണം. പഠനങ്ങളിൽ ഉന്നത വിജയം നൽകണം. ഈശോയെ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം. സ്ട്രോക്ക് വന്നതിന് ശേഷം സംസാരശേഷി കുറഞ്ഞു പോയ, നഷ്ടപ്പെട്ടു പോയതുപോലെ സംഭവിച്ച ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രിയിൽ തീരെ ഉറക്കം കിട്ടാത്ത 20-ലധികം പേരെ കർത്താവ് ശാന്തതയും ഉറക്കവും നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഷോൾഡറിന്റെ ഭാഗത്ത്, തോൾ ഭാഗത്ത് ഒക്കെ ആയിട്ട് വളരെ വേദന, കഴുത്ത്, ഷോൾഡർ, അവിടെയൊക്കെ വേദനകളുള്ള 12-ലധികം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.